Good afternoon, ma'am. Good afternoon, all. Good afternoon, miss. Good afternoon, miss. Good afternoon, miss. Prayer ആരെങ്കിലും prepared ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? മിസ് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. വോയിസ് ക്ലിയർ ആണോ? വോയിസ് കുറച്ച് വോളിയം കുറവായിട്ട്. ഇപ്പൊ ഓക്കെ ആണോ നോക്കോ? വോയിസ് ഓക്കെ ആണോ? എനിക്ക് കേൾക്കുന്നുണ്ട്. ആണോ? ഓക്കെ. പ്രേയർ പറഞ്ഞു കേട്ടോ. പ്രേയർ ആരെങ്കിലും പ്രിപ്പയർഡ് ആണെങ്കിൽ. ഞാൻ ചൊല്ലാമോ? There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. But for the showers we plead. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? സെമിനാർ ആയിരുന്നോ നമ്മൾ എടുത്തത്? അല്ല മിസ്, ഇമോഷൻസിന്റെ ചാപ്റ്റർ ആയിരുന്നു. ഏതാണ്? അതിലൊരാൾക്ക് പറയാമോ? സെമിനാർ എടുത്തോ? നമ്മള് എടുത്തല്ലോ അല്ലേ? സെമിനാർ കഴിഞ്ഞു മാം. ഇപ്പൊ നീഡ്സ് എന്നുള്ള ചാപ്റ്റർ എടുത്തോണ്ടിരിക്കുന്നത്. സെമിനാർ നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലായിരുന്നല്ലോ സെമിനാർ തന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മള് ഡിസ്കസ് ചെയ്യായിരുന്നു ഇമോഷൻസ്. ഞാൻ പറയായിരുന്നു. അതെ അതെ മിസ് ഫിയർ വരെ പറഞ്ഞിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തു. എക്സ്പ്ലെയിൻ ചെയ്തു ഇല്ല, ഫിയർ ഒന്നും കൂടെ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. മിസ്സിന്റെ അനുഭവമൊക്കെ പറഞ്ഞു ഒന്ന്. സ്റ്റെയർ കേസ് കയറണമെന്നൊക്കെ അതൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും കൂടെ പറയാറുണ്ട്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഷെയർ ചെയ്യാട്ടെ ഇമേജ്. എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഇമേജ് കാണാൻ പറ്റാതെ വരുമ്പോ നിങ്ങൾ എന്നോട് പറയണോ കേട്ടോ. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ വരാണെങ്കിൽ പറയണോ കേട്ടോ. ഓക്കെ, നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്, നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഫിയറിനെ കുറിച്ചിട്ടാണ് അല്ലേ? ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് ഫിയർ അല്ലേ? നമ്മളിപ്പോ കുഞ്ഞു കുട്ടികളിലൊക്കെ എക്സാമിനോടുള്ള പേടിയൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? നമ്മള് 10th പഠിക്കുന്ന കുട്ടികൾ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കും. പക്ഷെ അവര് ഇങ്ങനെ കുറച്ച് 10th ഒക്കെ ആവുമ്പോഴേക്കും അവർക്ക് പേടിയാവും, എക്സാമിനോട് പേടിയാവും അല്ലെ? നമുക്ക് ആ ഒരു കാര്യത്തിനോട് പേടി തോന്നും. നമ്മള് മാക്സിമം എന്ത് ചെയ്യണം? ആ പേടി മാറ്റിയെടുക്കാനാണ് ശ്രമിക്കുന്നത് അല്ലെ? അതേപോലെ തന്നെയാണ് ഫിയർ എന്ന് പറയുന്നത്. ഹ്യൂമൻ ഇമോഷൻ തന്നെയാണ് ഭയം എന്ന് പറയുന്നത് അല്ലെ? എല്ലാവരും ഉണ്ട്. നമ്മളെ നാച്ചുറൽ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് എന്നല്ല, ഹാമിൽ നിന്നല്ല നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന നമ്മുടെ ഒരു പരിധി വരെ നമ്മുടെ ഫിയർ ആണ്. അൺറിയാലിറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു എന്താണ് അവയർനെസ്, എന്താണ് നോട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തെ കുറിച്ചിട്ടുള്ള ഭയമാണ് എപ്പോഴും വരുന്ന ഫിയർ എന്ന് പറയുന്നത്.
നമ്മൾ കുട്ടികളിൽ ശരിക്കും പറഞ്ഞ ഫിയർ ആരെ ഇൻജെക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ലാസ്റ്റ് ക്ലാസ്സിൽ പാരന്റ്സ് ആണ് ഇൻജെക്ട് ചെയ്യുന്നത്. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഫിയർ കുട്ടികളോട് ആര് പറഞ്ഞു കൊടുക്കും? പാരന്റ്സ് പറഞ്ഞു കൊടുക്കും. ജസ്റ്റ് അത് ചിലപ്പോൾ കഥകൾ പറയുന്നതായിരിക്കും അല്ലെ, കഥ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ഫിയറും കൂടെ ആഡ് ചെയ്യുന്ന രീതിയിലുള്ള കഥകൾ പറഞ്ഞു കൊടുക്കും. സോ ഇത് കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ സ്റ്റോർ ആവും. കുട്ടിയുടെ മനസ്സിലത് സ്റ്റോർ ചെയ്തിട്ട് അവന് എപ്പോൾ അത് ഫീൽ ചെയ്യും. അവനൊറ്റയ്ക്കാവുന്ന സമയത്തൊക്കെ അപ്പോ ആ ഒരു പേടി അത് മനസ്സിൽ അങ്ങനെ ഉള്ളിൽ കിടക്കും. അപ്പൊ അത് ആ ഒരു സമയത്ത് റിയാക്ട് ചെയ്യും. ഈ ഫിയർ എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, കൺവേ ചെയ്യാനായിട്ട് പാടില്ല. മാക്സിമം നമ്മൾ കുട്ടികൾക്കാണ് ഫിയർ നമ്മൾ എക്സ്പീരിയൻസ് അവരിൽ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കാം. നമ്മൾ ചിലപ്പോൾ കഥ പറഞ്ഞു കൊടുക്കണേ, നമ്മൾ കുട്ടികൾ വേഗം കടന്നുറങ്ങാൻ വേണ്ടിയിട്ട് കൂടുതൽ കഥ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇല്ലേ? പേടിപ്പിക്കുന്ന കഥകൾ പറഞ്ഞു കൊടുക്കാറില്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ അത് ബാഡ്ലി അഫക്ട് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ രാത്രി ചിലപ്പോൾ അവർക്ക് ആദ്യം ചിലപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ പതിയെ പതിയെ കഥകളോടുള്ള ഭയം അവരുടെ ഉള്ളിൽ വരും. പിന്നെ അതവരുടെ ക്ലിയർ ആയിട്ട് കണ്ടിന്യൂസ് ആവും. രാത്രി ആകുമ്പോഴേക്കും പുറത്തേക്ക് പോകാനുള്ള ഭയം, ഇരുട്ട് കാണുമ്പോഴുള്ള ഭയം, നിഴല് കാണുമ്പോഴുള്ള ഭയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഫിയർ എന്തായിട്ട് മാറിയിട്ടുണ്ട്, ഫോബിയ ആയിട്ട് മാറിയിട്ടുണ്ട്. അത് കുട്ടിയുടെ ഹെൽത്തിന്, മെന്റൽ ഹെൽത്തിന്, ഫിസിക്കൽ ഹെൽത്തിന് എന്താണ് ബാഡാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ ഈ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുള്ള ഫിയർ മാറ്റണം. പണ്ട് ഇടിമിന്നൊക്കെ പേടിയായിരുന്നില്ല നമുക്കൊക്കെ, അതെങ്ങനെ മാറിയത്? നമ്മൾ ആ സയന്റിഫിക്കലി അത് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആ ഇടിമിന്നലിനോടുള്ള ഭയമൊക്കെ മാറി. എനിക്ക് പണ്ടേ നിങ്ങൾക്ക് എന്റെ വീട് എന്ന് പറയുന്നത് ഒരു വലിയൊരു പറമ്പിന്റെ നടുക്കൊത്ത വീടാണ്. സോ വീട് ചുറ്റും മരങ്ങളാണ്. മരങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ മരങ്ങളും ഉണ്ട്, അതേപോലെ തന്നെ വാഴ ഉണ്ടായിരുന്നു അന്ന്. നമ്മളിങ്ങനെ കുറെ വാഴകളുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് രാത്രി പുറത്തേക്ക് നോക്കുമ്പോൾ വാഴയുടെ എല്ലാം ഇങ്ങനെ ആടുന്നേ ഇരിക്കുള്ളൂ. അപ്പൊ എന്തെങ്കിലും ശരിയായി ഭയം തോന്നും. അവിടെ ആരും നിൽക്കുന്നുണ്ട്, നമുക്ക് ഭയം തരും. ആ സമയത്ത് നമ്മൾ കൊക്കാച്ചി ബോധത്തിലേക്ക് കഥയൊക്കെ പറയാനും കുഞ്ഞാക്കുന്ന സമയത്ത് അത് വലുതായതിനു ശേഷമല്ല. അപ്പൊ അങ്ങനെ കഥകളൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് പേടിയാണ്, രാത്രി പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പേടിയാണ്. പക്ഷെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോ ഞാൻ കുറച്ചും കൂടി മുതിർന്നു കഴിഞ്ഞപ്പോ ഞാൻ ആ പറമ്പിലൂടെയൊക്കെ രാത്രി ആയാലും നമ്മൾ എന്ത് ചെയ്യും, നടക്കുകയൊക്കെ ചെയ്യും, ഒരു പേടിയും ഇല്ലാതെ. അപ്പൊ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കുട്ടികളെ ഈ പേടി ഒരു പരിധിവരെ മാറും. അവർക്ക് ആ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അവബോധം വരുമ്പോൾ അവർക്ക് അതിനോടുള്ള ഭയം പൂർണ്ണമായിട്ടും മാറും. അപ്പൊ റിയലിസ്റ്റിക് അല്ലാത്ത കാര്യത്തെ കുറിച്ചിട്ടാണ് കുട്ടികൾക്ക് എപ്പോഴും ഭയം അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും ഭയങ്ങള് ഇല്ലേ? ഇല്ലാത്തവരാണോ? ഭയമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് മിസ് ഞങ്ങൾ ആണോ? അതല്ലോ, ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ എന്റെ ഹൈറ്റ് എന്ന് പറയുന്ന ഏറ്റവും വലിയ പേടി അന്ന് ഞാൻ പറഞ്ഞില്ലേ ചെറുപ്പത്തിൽ ആക്സിഡന്റ് പറ്റി അതിനുശേഷം എന്നിലേക്ക് വന്നൊരു ഭയമാണ്. ഹൈറ്റ് കണ്ട ഹൈറ്റിൽ കയറാൻ പറ്റുന്നില്ല, സ്റ്റെയർ കയറാൻ പറ്റുന്ന ആ ഒരു ഭയം. അപ്പൊ ഭയം നമ്മള് കുട്ടികളിലേക്ക് പാസ് ചെയ്യാനായിട്ട് നോക്കരുത്. നമ്മള് അവോയ്ഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാം. ഭയപ്പെടുത്തുന്ന സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു കൊടുക്കാതിരിക്കാൻ നോക്കാം. നെക്സ്റ്റ് ഒരു ഇമോഷൻ ആണ് ആങ്കർ. എല്ലാവർക്കും വരുന്ന ഒരു ഇമോഷൻ ആണ് അല്ലെ? ആങ്കർ വരാത്ത ആരാളെ മനുഷ്യന്മാരായിട്ടുള്ളത്? ദേഷ്യം വരുമല്ലേ പെട്ടെന്ന് ഇല്ലേ? ദേഷ്യം വരുമ്പോൾ എല്ലാവർക്കും എനിക്ക് വരും ദേഷ്യം. ഞാനും ഭയങ്കര ദേഷ്യക്കാരിയാണ്. പക്ഷെ ഞാൻ ദേഷ്യം വരുന്ന സമയത്ത് എന്താ പറയാ, കൺട്രോൾ ചെയ്യാനൊക്കെ നോക്കും. പിന്നെയും എനിക്ക് കൂടുതലും ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന നമ്മൾ പീരീഡ്സിനൊക്കെ സമയത്ത് വരുന്ന ദേഷ്യമാണ് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റത്. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ ഓക്കെ നോർമലാണ്. നോർമൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കത് ഒരു ബ്രീത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൺട്രോളബിൾ ആണ്. പക്ഷെ പീരീഡ്സ് ആകുമ്പോഴൊക്കെ ഭയങ്കര ദേഷ്യം വരുന്നവരുണ്ട് ഇല്ലേ? ചിലവർക്ക് അങ്ങനെ ഉണ്ട്, എനിക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ, അതുപോലെ ഞാൻ പറഞ്ഞതാ. അപ്പൊ പെട്ടെന്നായിരിക്കും നമുക്ക് ദേഷ്യം വരുന്നത്. കുഞ്ഞായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോഴൊക്കെ നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടും. പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ കുട്ടികളോട് അങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മനസ്സ്, അവരുടെ ഫീലിങ്സ് നമ്മൾ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ അവര് പെട്ടെന്നായിരിക്കും, നമ്മൾ ഒട്ടും പ്രതികരിക്കുന്നില്ല, അവർ കുറെ നേരമായിട്ട് നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടെടുക്കും. അപ്പൊ അത് നമ്മള് അവർക്ക് കുറച്ച് ടൈം കൊടുക്കണം. നമുക്ക് വൈകിട്ട് അവരോട് പറയാം, നമുക്ക് വയ്യാട്ടോ, അവർക്ക് കുറച്ച് ടൈം തന്നോട്ടോ എന്നൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ചിലപ്പോ അവരൊരു നമ്മളിപ്പോ ഓഫീസിൽ നിന്നൊക്കെ വരുമ്പോൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടായിരിക്കും വരുന്നതെന്ന് വിചാരിക്കും. ഭയങ്കരമായിട്ട് ടയേർഡ് ആയിട്ടാണ് നമ്മള് എന്ത് ചെയ്യുന്നത്, വരുന്നത് എന്ന് വിചാരിക്കും, ഓഫീസിൽ നിന്ന് വരുന്നത്. സോ വീട്ടിൽ ചെല്ലുമ്പോൾ കുട്ടി രാവിലെ മുതൽ ചിലപ്പോൾ ഉച്ച മുതൽ നല്ല രീതിയിൽ അവൻ ടൈം എടുത്ത് ഒരു ഡ്രോയിങ് വരച്ചിരിക്കുകയാണ്, ഒരു പടം വരച്ചിരിക്കുകയാണ്. നമ്മൾ ചെല്ലുമ്പോൾ വരുമ്പോഴേക്കും നമ്മളെ കൊണ്ട് കാണിക്കുകയാണ് അവൻ ആ ഡ്രോയിങ്. നമ്മൾ എന്ത് ചെയ്യാണ്, കൊണ്ട് കാണിക്കണം. ആ സമയത്ത് നമ്മൾ ഓഫീസിൽ നിന്ന് കിട്ടിയ ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കുട്ടിയിലേക്ക് പാസ് ചെയ്യാനായിട്ട് പാടില്ല. പെട്ടെന്ന്
നമ്മൾ അവരോട് പോയി ഒന്ന് ദേഷ്യപ്പെട്ട് മാറ്റി കഴിഞ്ഞാൽ അവന് അവിടെ ഫീലിംഗ് അവന് ഹേർട്ട് ആവും ഇല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടതാണ് കേട്ടോ. ഞാൻ ഒരു റീൽ കണ്ടതാണ്, ഇൻസ്റ്റയിലോ എഫ്ബിയിലോ ആണെന്ന് തോന്നുന്നു. റീൽ കണ്ടതാണ്. ഒരു അച്ഛൻ ഭയങ്കരമായിട്ട് ഫോൺ ബാൽക്കണിയിൽ നിന്ന് അമ്മയും കുട്ടികളും നോക്കുകയാണ്. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യും, ഫോണില് സംസാരിച്ചോണ്ടിരിക്കുക. താഴത്തെ കാറിന്റെ അടുത്ത് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അത് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഷൗട്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ആള് ഒന്ന് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, വീട്ടിലേക്ക് വരാണ്. വീട്ടിൽ വന്ന് സൈഡിന്റെ ഡോറ് തുറന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ആള് ഹാപ്പി ആയിട്ടാണ് പെരുമാറുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു റീല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്ക് അറിയില്ല, ഞാൻ പറഞ്ഞതാണ്. ആ റീല് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവും, എന്താ പറയാ ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും, നമുക്ക് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ പുറത്തുണ്ടാവും. പക്ഷെ ഒരിക്കലും നമ്മുടെ ഫാമിലിയുടെ അകത്തേക്ക് ആ പ്രശ്നങ്ങളൊന്നും എന്ത് ചെയ്യുന്നത് കൊണ്ടുവരാനായിട്ട് പാടില്ല. ഓക്കെ, ഇപ്പൊ നിങ്ങള് കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാല് മോണ്ടിസോറി ഫാക്കൽറ്റീസ് ഫെസിലിറ്റേറ്റേഴ്സ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ടീച്ചറിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞു ഉത്തരവാദിത്തമുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഒരുമിച്ച് അറ്റ് എ ടൈം വരും. അറ്റ് എ ടൈം നമ്മൾ അമ്മയായിരിക്കും, വൈഫായിരിക്കും, അതേപോലെ ടീച്ചറായിരിക്കും. എല്ലാ റെസ്പോൺസിബിലിറ്റിയും നമുക്ക് ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ അതൊക്കെ നല്ല മനോഹരമായിട്ട് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആങ്കർ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണം. ഓക്കെ, നമുക്ക് ദേഷ്യം വരും ഇല്ലേ? ദേഷ്യം വരിക, ആർക്കാ ദേഷ്യം വരാതെ? നല്ലൊരു ഇമോഷനായി ദേഷ്യം എന്ന് പറയുന്നത്, ആങ്കർ അല്ലേ? നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പ്രകടിപ്പിക്കും. ഞാൻ ഇടയ്ക്ക് അങ്ങനെ ആയിരിക്കും. പക്ഷെ നമ്മൾക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിനോട് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഹൈഡ് അല്ല ചെയ്യേണ്ടത്. പറയാം, എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങൾ പെരുമാറിയത് എനിക്ക് ദേഷ്യം വന്നു എന്ന് ആ ഒരു വ്യക്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിധി വരെ നമ്മൾക്ക് കാമാവാനായിട്ട് സാധിക്കും. അതായത് സാധാരണ കുട്ടികൾക്ക് ഇപ്പോൾ ദേഷ്യം വരുന്ന കുട്ടികൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാതെ വരുമ്പോൾ അവരുടെ ഇതിനേക്കാൾ കൂടുതൽ അവർ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് അവർക്ക് ബോറൊക്കെ അടിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അൺഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലെസൺസ് ആണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും. അവർക്ക് ഒരു സെറ്റ് ഓഫ് ഹാബിറ്റ് ഉണ്ട്, അതിലെന്തെങ്കിലും ഇന്റർഫിയറൻസ് സംഭവിക്കുമ്പോൾ ദേഷ്യം വരും. ഇനിയിപ്പോ വേറൊരു ദേഷ്യം ഉണ്ട് കേട്ടോ, നല്ല രസമാണ് അത് കണ്ടോണ്ടിരിക്കാൻ. ഇപ്പൊ നീനുവിന് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നീനുവിന് 2 കുട്ടികളല്ലേ? അതെ മിസ്. ആണ്. അപ്പൊ ഇളയാള് ഒന്ന് കൊച്ചിക്കുന്ന കാണുമ്പോ മൊത്തം ആൾക്ക് ദേഷ്യപ്പെടുന്ന കാണാറുണ്ടോ? പിന്നെ അതേ ഉള്ളു, എപ്പോഴും പറയും മോനേന്ന് ഒരു വട്ടം അധികം വിളിച്ചാല് കംപ്ലൈന്റ് പറയും. ശരിയാണ്. ഇപ്പൊ 2 കുട്ടികളൊക്കെ ഉള്ള വീട്ടിലെ അമ്മമാര് ഫേസ് ചെയ്യുന്ന പ്രശ്നം, നമ്മൾ കുറച്ചു നേരമായിരിക്കും ഇളയാളോട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്നേഹത്തോട് പെരുമാറില്ല. അപ്പൊ തന്നെ വരും, അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല അല്ലെ, അങ്ങനെയല്ല ഇഷ്ടം എന്നും പറഞ്ഞുകൊണ്ട്. എന്റെ മോളുടെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞെന്നുള്ളത് എല്ലാ ദിവസവും കേൾക്കുന്നത്. ജസ്റ്റ് ഒന്ന് മടിയിൽ എത്തിയിട്ട് അവളെയാണ് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതൽ കെയർ ചെയ്യുന്നത്. പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് ഇളയാളെ ഒന്ന് ഇട്ട് കെയർ ചെയ്യുമ്പോഴേക്കും ആളപ്പൊ പറയും, എനിക്ക് എന്നെ ഇഷ്ടമല്ല അല്ലെ, അവനെ എന്നെ ഇഷ്ടം, എനിക്ക് എന്നെ ഇഷ്ടമല്ലാത്ത, അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ ചിന്തിച്ചിട്ടും കൂടി ഉണ്ടാവില്ല. നമ്മളുടെ ഇമാജിനറി ഫേവറിറ്റീസ് ഒക്കെ വരുമ്പോ അവർക്ക് ദേഷ്യം വരാനുള്ള ചാൻസ് ഉണ്ട്. അത് നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. പക്ഷെ നമ്മള് മാക്സിമം അങ്ങനെ എന്താ പറയാ, ഒരേപോലെ 2 പേരെയും ട്രീറ്റ് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ ക്ലാസ്സിലെ കുട്ടികളെ നമ്മൾ ഒരേപോലെ ട്രീറ്റ് ചെയ്യണം. നമ്മുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും നമ്മൾ എന്ത് ചെയ്യണം, ഒരേപോലെ ട്രീറ്റ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കണം. ഇപ്പൊ ചില ടീച്ചർമാര് ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളോട് ഇഷ്ടം കാണിക്കുന്നു. ഞാൻ കേട്ടിട്ടുള്ള ഡയലോഗാണ്. ടീച്ചർക്ക് പെൺകുട്ടികളാണ് ഇഷ്ടം, അവൾ പറയണ കേൾക്കണേ. ടീച്ചർക്ക് പെൺകുട്ടികളെ ഇഷ്ടം, ആൺകുട്ടികളെ ഇഷ്ടമല്ല. ഇപ്പൊ ചില ടീച്ചർമാരോട് പറയും, ടീച്ചർക്ക് ആൺകുട്ടികളാണ് ഇഷ്ടം, പെൺകുട്ടികളെ ഇഷ്ടമല്ല. ക്ലാസ്സിൽ കേട്ടിട്ടില്ലേ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞാൻ കേട്ടിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട് ടീച്ചർക്ക് പെൺകുട്ടികളെ ഇഷ്ടം, ആൺകുട്ടികളല്ല എന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താണ്, അത് ജസ്റ്റ് ഇമാജിനറി ആണ്. അങ്ങനെയൊക്കെ ഫേവറിറ്റിസം കാണിക്കുമ്പോൾ പെട്ടെന്ന് പിള്ളേർക്ക് ദേഷ്യം വരും. അപ്പോ നമ്മള് റിയൽ ഓർ ഇമാജിനറി ഫേവറിറ്റിസം ഓൺ ദ പാർട്ട് ഓഫ് പാരന്റ്സ് ഓർ ടീച്ചേഴ്സോ പാരന്റ്സോ റിയൽ അല്ല, ഇമാജിനറി ആയിട്ട് അവർ തിങ്ക് ചെയ്യാണ് നമുക്ക് അവരെയാണ് ഇഷ്ടം കൂടുതൽ എന്നൊക്കെ തിങ്ക് ചെയ്യും. പിന്നെ കുട്ടികളുടെ സെൽഫ് റെസ്പെക്ട് അറ്റാക്ക് വരുന്ന സിറ്റുവേഷനിൽ കുട്ടികൾ ദേഷ്യപ്പെടാറുണ്ട്. പിന്നെ ഫിസിക്കൽ ഇൽനെസ്, വയ്യാണ്ടി വന്നു കഴിഞ്ഞാൽ ദേഷ്യം പെടും അല്ലേ? ഇപ്പൊ എന്റെ മോക്ക് 5 വയസ്സിൽ ആക്സിഡന്റ് ഇരിക്കാം. ആൾക്ക് നല്ല ദേഷ്യമായിരുന്നു. 2 ദിവസം ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. എന്നുവെച്ചാൽ എന്താണ്, അവർക്ക് വയ്യാടി വരുമ്പോഴും അവർക്ക് ദേഷ്യം വരും അല്ലെ? കൈയൊന്നും അനക്കാൻ പറ്റുന്നില്ല, DPTയുടെ പോസ്റ്റർ എടുത്തിരിക്കാം. അപ്പൊ കൈ അനക്കാനേ പറ്റുന്നില്ല. അപ്പൊ കൈക്കൊരു വേദന ഉണ്ട്, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിലേക്ക് കൂടി ദേഷ്യം ആൾ കരഞ്ഞിട്ട് തീർക്കുന്നത്. അതിന്റെ അമ്മ എടുക്കണം, അപ്പൊ എപ്പോഴും നമ്മുടെ അറ്റൻഷൻ വേണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന. പക്ഷെ ഞാൻ വിചാരിച്ചു ഞാൻ ലീവ് എടുക്കേണ്ടി വരും, ഓഫീസിൽ വരാൻ പറ്റില്ല, ആള് ഓക്കെ ആയില്ലെങ്കിൽ ഓഫീസിൽ വരണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എന്താണ്, രാവിലെ ആയപ്പോഴേക്കും ആളുടെ ആ ഒരു ഇഞ്ചക്ഷന്റെ വേദനയൊക്കെ മാറി ആൾക്ക് ക്ലാസ്സിൽ പോയിട്ടാവും. അപ്പൊ എന്താണ്, ഫിസിക്കൽ ഇൽനെസ് വരുമ്പോഴും
വയ്യാഴിയൊക്കെ വരുമ്പോഴും കുട്ടികൾ ദേഷ്യപ്പെടാറുണ്ട് ഇല്ലേ? ഇനി ഫീവർ വരുമ്പോ പിന്നെ ഹങ്കർ, വിശന്ന് കഴിഞ്ഞാൽ ദേഷ്യപ്പെടുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ട്. ഞാനും അതെ, വിശന്ന് കഴിഞ്ഞാൽ ദേഷ്യം വരും. എനിക്ക് എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചാൽ മതി. ഇല്ല പക്ഷെ ഒരു ഫുൾ ഡേ ഒന്നും ഫാസ്റ്റിംഗ് ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല. നമ്മള് കൂടെ ഉള്ളവരൊക്കെ ഇങ്ങനെ പറയും നോമ്പാണ് ഫുള്ള് ടൈമും ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വിശന്ന ദേഷ്യം വരും. ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് കഴിച്ചാൽ മതി. പക്ഷെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിക്കണം. ഡിന്നർ സെറ്റ് ആയിട്ട് കഴിക്കണം, നല്ല രീതിയിൽ കഴിക്കണം. എനിക്ക് അങ്ങനെയല്ല ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ടാവിനെ പോലെ കഴിക്കാൻ മാറി മാറിയല്ലേ പറയാറ്. പക്ഷെ എനിക്ക് രാത്രി അതേപോലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും. സാധാരണ ഓരോരുത്തരും ഹ്യൂമൻ ഇമോഷണൽ വരുന്നതാണ്. വിശന്ന് കഴിഞ്ഞാൽ ചിലർക്ക് ദേഷ്യം വരും. കുട്ടികൾക്ക് അങ്ങനെ കണ്ടിട്ടില്ലേ? കുട്ടികൾക്ക് വിശന്ന് കഴിഞ്ഞാൽ ദേഷ്യം വരും ഇല്ലേ? വീട്ടിൽ തന്നെ ഉണ്ടല്ലോ കുട്ടികൾ, അവരുടെ കാര്യം നല്ലച്ചൊക്കെ വിശന്ന് കഴിഞ്ഞാണെങ്കിൽ ദേഷ്യം വരുന്നത്. അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ദേഷ്യം വരും ഇല്ലേ? അപ്പോ നമ്മള് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികളൊരു ലെസൺ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് അത് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ എങ്ങനെ പറ്റും എന്നതിനെ കുറിച്ചിട്ട് നമ്മളൊന്ന് തിങ്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഈ ഒരു ചാപ്റ്റർ ബോറിംഗ് ആണോ? നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണോ? അല്ല മിസ്. അല്ലോ ഇതില്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ എന്താ പറയാ, ബോറിംഗ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ജസ്റ്റ് ഫുൾ പാരഗ്രാഫ്സ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഞാൻ എടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സെമിനാർസ് കൊടുക്കുന്നു, എക്സാമ്പിൾസ് പറയുന്നു. ഓരോ കാര്യത്തിനെ കുറിച്ച് ഒരുപാട് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അത് എത്തുന്നുണ്ട്. അതല്ലാതെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താണ്, അത് ബോറായിട്ട് പോകും, ബോറിംഗ് ആയിട്ട് നമുക്ക് തോന്നും, ഫീൽ ചെയ്യും. എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ആദ്യം ഈ ഒരു ടോപ്പിക് എടുത്ത് ഡിസ്കസ് ചെയ്ത സമയത്ത് എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല. കാരണം ഞാൻ വീണ്ടും എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് എന്റേതായ രീതിയിൽ ഞാൻ എക്സാമ്പിൾസ് ഒക്കെ ആഡ് ചെയ്ത് അതേപോലെ തന്നെ കുറെ കാര്യങ്ങൾ ഇതില് നമ്മള് ബാക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആങ്കർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ അവിടെ വരണം, എന്നാലേ മാത്രമേ അല്ലാണ്ട് ഈ പാരഗ്രാഫ് നമ്മൾ വായിച്ചില്ലെങ്കിൽ കുട്ടികൾക്ക് ചിലപ്പോൾ ബോറടിക്കും. അപ്പൊ നിങ്ങള് ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ഇനി അൺഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ലെസൺ വരാമെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ കുട്ടികളുടെ ഇൻട്രസ്റ്റ് അതിലേക്ക് സീക്ക് ചെയ്യാം എന്നത് നമ്മൾ നോക്കണം. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയാണ് എന്താണ് കളേഴ്സ് പഠിപ്പിക്കാൻ പറയാന്ന് വിചാരിക്കും. കുട്ടികളോട് കളേഴ്സ് ഇൻട്രസ്റ്റിംഗ് ആണ്, എന്നിരുന്നാലും അത് ലെസൺ പ്ലാൻ ചെയ്യുമ്പോൾ കളേഴ്സ് നമ്മൾ കളർ ടാബ്ലറ്റ്സ് യൂസ് ചെയ്ത് പഠിപ്പിക്കാം കുട്ടികളെ, അല്ലേ? കളർ ടാബ്ലറ്റ്സ് അതല്ലെങ്കിൽ കളർ ടാബ്ലറ്റ്സ് തന്നിട്ടുണ്ടോ ആക്ടിവിറ്റി? ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഈ പിക്ചേഴ്സ് ഇപ്പൊ ഞാൻ റെഡ് എന്ന് പഠിപ്പിക്കുമ്പോ ഒരു ആപ്പിളിന്റെ ഇമേജ് കാണിക്കാം, റെഡ് ആപ്പിൾ. അതേപോലെ തന്നെ എന്താണ് യെല്ലോ ബനാന. അപ്പൊ ഒരു യെല്ലോ കളർ കൊടുക്കാം, ഓപ്പോസിറ്റ് എന്ത് കൊടുക്കാം, ബനാനയുടെ ഒരു ഇമേജ് കൊടുക്കാം. അങ്ങനെ കണക്ട് ചെയ്തൊക്കെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് കുട്ടികളുടെ ഇൻട്രസ്റ്റ് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീക്ക് ചെയ്യാനായിട്ട് പറ്റും, അല്ലെ? സ്പാൻ ഓഫ് അറ്റൻഷൻ, കുട്ടികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കാം. അവരോട് തമാശകൾ പറയാം, അവരോട് നമ്മൾ കൂടുതൽ മിങ്കിളാവാം, അവരോട് കൂടുതൽ സംസാരിക്കാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അവരുടെ അറ്റൻഷൻ കിട്ടും. ടു ലെവൽ ഇൻ ഓർഡർ ടു അവോയ്ഡ് റെസിസ്റ്റൻസ്. ചില കുട്ടികൾക്ക് പുതിയ ടോപ്പിക് എടുക്കുമ്പോൾ ഭയങ്കര റെസിസ്റ്റൻസ് ആയിരിക്കും. ഇത് ഭയങ്കര പാടാ ടോപ്പിക്, ഒന്നും മനസ്സിലാവണില്ല എന്ന് പറയും. നമ്മൾ അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യാം, നമുക്ക് അവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്ന് നോക്കിയിട്ട് കുറച്ചും കൂടി അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാം. ഫേം ബട്ട് ഇംപേർഷ്യൻ ടീച്ചർ ഡു എ ബെറ്റർ ജോബ്. നിഷ്പ്രശ്നമായിട്ട് നമുക്ക് ഒരു ജോലി ചെയ്യാനായിട്ട് പറ്റുകയാണെങ്കിൽ നമുക്ക് ടീച്ചേഴ്സിനെ അങ്ങനെ ചെയ്യണം, ജോലി കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഡിസ്ക്രിമിനേഷൻ പാടില്ല. നമ്മള് കുട്ടികളോട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഒരു വീട്ടിൽ 2 കുട്ടികളാണെങ്കിൽ ആ 2 കുട്ടികളെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യണം. നമ്മളുടെ ക്ലാസ്സിൽ ഇപ്പൊ 30 കുട്ടികളാണെങ്കിൽ 30 കുട്ടികൾ നമുക്ക് നമ്മളുടെ സ്വന്തം കുട്ടികളാണ്. ഓക്കെ, നിങ്ങള് എന്റെ ക്ലാസ്സിൽ ഇപ്പൊ എത്ര പേരുണ്ട്? 20 സ്റ്റുഡൻസ് ഉണ്ട്. 20 പേരും എനിക്ക് ഒരേപോലെയാണ്. എന്റെ 20 കുട്ടികളും എന്റെ കുട്ടികൾ തന്നെയാണ്. അപ്പൊ അതേപോലെ ആയിരിക്കണം നിങ്ങളും നിങ്ങളുടെ ക്ലാസ്സിൽ ക്ലാസ് ടീച്ചർ നിങ്ങൾ ക്ലാസ് ടീച്ചറൊക്കെ ആയിട്ട് മാറുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ കുട്ടികളും നിങ്ങളുടെ സ്വന്തം കുട്ടികളെ പോലെ തന്നെ ട്രീറ്റ് ചെയ്യണം. ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാൻ പാടില്ല. ഓക്കെ, ഇനി അവർക്ക് നല്ല രീതിയിൽ ഹെൽത്തി ഫിലോസഫി ഓഫ് ലൈഫ് ഒക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് നല്ല നോളജുകൾ, ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുക്കണം. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മോറൽ സ്റ്റോറീസ് ഒക്കെ പറയില്ലേ, നല്ല മോറൽ കഥകൾ പറഞ്ഞു കൊടുക്കുക. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് നല്ല എന്താ പറയാ നല്ല എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോ നാളത്തെ ഒരു ആക്ടിവിറ്റി, നാളത്തെ എന്ന് വെച്ചാൽ ഇനിയുള്ള വീക്സുകളിൽ ഒരു ആക്ടിവിറ്റി ഞാൻ തരട്ടെ.
സൈനിന്റെ ഭാഗമായിട്ട് നമുക്ക് മോറൽ സ്റ്റോറി പറയാം. കുഞ്ഞു മോറൽ സ്റ്റോറീസ് നോക്കി വെക്കോ. എല്ലാവരും മാറി മാറി പറഞ്ഞാൽ മതി. ഒരാള് ക്ലാസ്സിൽ ഒരു പ്രാവശ്യം മോറൽ സ്റ്റോറി പറഞ്ഞാൽ മതി. പക്ഷെ എല്ലാ ക്ലാസ്സുകളിലും നിങ്ങൾ മോറൽ സ്റ്റോറി പറയാൻ ശ്രമിക്കണം. ചെറിയ സിമ്പിൾ ആയിട്ടുള്ള മോറൽ സ്റ്റോറി. ഓക്കെ, പറയുമല്ലോ. അപ്പൊ നമ്മൾ കുഞ്ഞു സ്റ്റോറീസ് ആയിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ആ സ്റ്റോറീസിലൂടെ നമുക്ക് ആ ലൈഫിനെ കുറിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം. അവർക്ക് ഡിഫറെന്റ് നോളജിനെ കുറിച്ച്, ഐഡിയാസ്, വാല്യൂസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കണം. റീഡിങ് ഓൺ പ്രോബ്ലംസ് ദേ റൈസ് യൂസ്ഫുൾ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു പരിധി വരെ ആങ്കർ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരു വീട്ടില് ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫാമിലിയിൽ മാത്രമേ സിംഗിൾ ചൈൽഡ് മാത്രമേ ഉള്ളൂ. ആ കുട്ടിനെ നമ്മൾ ഓവറായിട്ട് ലാളിച്ച് വഷളാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അത് ഭയങ്കര എന്ത് കാര്യത്തിനും അവർ ഭയങ്കര ദേഷ്യവും വാശിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മളത് ഓവർകം ചെയ്യണം. ഈ ദേഷ്യവും വാശിയൊക്കെ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യണം, കുറയ്ക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവന്റെ ഏജിലുള്ള കുട്ടികളോടൊപ്പം കളിക്കാൻ പോകുന്നതിലൂടെയും അതേപോലെ നല്ല ഫ്രണ്ട്ഷിപ്പുകൾ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു പരിധി വരെ ഈ ആംഗിളും ദേഷ്യവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം അതിലൊരാളൊന്ന് ആങ്കർ വായിക്കോ ഫുള്ളായിട്ട്? ആങ്കർ പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്യോ? വായിക്കട്ടെ മാം. വായിച്ചോടാ. Anger. There are many circumstances in everyday life for the arousal of anger. Causes of anger are varied errors, innumerable. Some of them may be rejections of a child's wish, difficult assignment beyond his ability. There are some jobs. Uninteresting lessons, interferences with set habits, real or imaginary favoritism on the part of parents or teachers, attacks on self-respect, physical illness, fatigue and hunger. It should be noted that planning lessons should consider children's interest, span of attentions and ability levels in order to avoid resistance. Firm but impartial teachers do a better job. Discrimination is resisted mostly by children and as adults. Both teachers and parents can help the child in developing a healthy philosophy of life by providing them with knowledge of different ideas and value systems through useful discussions and reading on problems that are raised by him. Both must help the child develop healthy peer age relationship and friendship. The child who gets affection and encouragement develop a good personality. വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ഓക്കെ അല്ലേ നിങ്ങള്? ആങ്കർ ഓക്കെ ആണോ? സോ ഇനി നമ്മുടെ കുട്ടികളുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ലവ് ആൻഡ് സെക്യൂരിറ്റി. കുട്ടികൾക്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്യണം, നല്ല രീതിയിൽ വളർന്നുണ്ടെങ്കിൽ രണ്ട് മെയിൻ ആയിട്ടുള്ള ഫാക്ടർ വേണം. ഒന്ന് നമ്മുടെ സ്നേഹവും കെയറും, പിന്നെ അവർക്ക് സെക്യൂരിറ്റി വേണം. കുട്ടികൾക്ക് സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ അറിയില്ല അല്ലെ. നമ്മുടെ ചുറ്റുപാടും അവർക്ക് സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് തന്നെയാണെന്ന് ഇന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ വളർന്നു വന്ന ആ ഒരു എൻവയോൺമെന്റിന്റെ അത്രയും അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയുടെ അത്രയും സേഫ് അല്ലായിരുന്നു കുട്ടികൾ അല്ലെ. നമ്മളുടെയൊക്കെ ചുറ്റുപാട് എന്ന് പറയുമ്പോൾ എന്റെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാല് ഞാൻ കുറച്ചൊന്ന് ലേറ്റ് ആയി ക്ലാസ്സിൽ നിന്ന് വരാനായിട്ട് കുറച്ച് ലേറ്റ് ആയെങ്കിൽ ഞങ്ങൾ നടന്നാ പോകുന്നത്. എന്റെ വീടിന്റെ അടുത്തുനിന്ന് ഒരു എന്താ പറയാ ഒരു അരമണിക്കൂർ നടക്കാൻ എന്റെ സ്കൂളിലേക്ക് പോകാനായിട്ട്. തിരിച്ചു വരാനും നടന്നു തന്നെ വന്നത്. ഒരു ഏജ് വരെ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് വരെ ഞാൻ നടന്നു തന്നെ പോയിരുന്നത്. ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ലേറ്റ് ആയെന്ന് വിചാരിക്കും. സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ പോലെ വാട്സപ്പിലൊന്നും മെസ്സേജ് വരില്ല. സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഒന്നും ഇന്ന് നമുക്ക് കുറച്ചുകൂടി കമ്മ്യൂണിക്കേറ്റബിൾ ആണ്. പക്ഷെ ചിലപ്പോൾ നമ്മൾ സ്പെഷ്യൽ ക്ലാസ് അന്നായിരിക്കും വെക്കുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് ലേറ്റ് ആവും, ഒരു അരമണിക്കൂറോ
1 മണിക്കൂർ ലേറ്റ് ആയെങ്കിൽ പോലും ഞാനിപ്പോ നടന്ന് വരാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് കൂടി പോകുന്ന വിളിച്ചും ചോദിക്കും എന്തുപോലെ ലേറ്റ് ആയിട്ട് എന്ന് ചോദിക്കും. അപ്പൊ പറയും സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു പറയും. ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പായിട്ട് ആ വിളിച്ചിനോട് പറഞ്ഞിട്ടുണ്ടാവും അമ്മയുടെ അടുത്ത്. അമ്മ ഭയങ്കര ടെൻഷൻ പാർട്ടിയാ. അമ്മയോട് പറയും മോള് ലേറ്റ് ആയിട്ടുണ്ട്, സ്പെഷ്യൽ ക്ലാസ് ഉള്ളതുകൊണ്ടാ വരുന്നത്, നടന്നു വരും. അപ്പൊ എനിക്ക് ഓക്കെയാണ്. അപ്പൊ നമ്മള് പണ്ട് കുറച്ചും കൂടി നല്ല റിലേഷൻ ആയിരുന്നു സമൂഹത്തിൽ, കുറച്ചും കൂടി എല്ലാവരും തമ്മിൽ പരസ്പരം നല്ല ധാരണകൾ ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയായിരുന്നു. ഇപ്പൊ ജസ്റ്റ് നടന്നു പോകുന്ന ആൾക്കാരാണ് ശരിക്കും. അതൊരു എന്താ പറയാ, അതൊരു നമുക്ക് കിട്ടാത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീലിംഗ് ആണ്. പണ്ട് നടന്നു പോകുന്ന എല്ലാവർക്കും, പരസ്പരം പാസ് ചെയ്ത് പോകുന്ന സ്ഥിരമായിട്ട് കാണുന്നവരെല്ലാവർക്കും അവരറിയായിരുന്നു. ഇപ്പൊ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് പോരുമ്പോ ട്യൂഷന് വേണ്ടിയിട്ടാ പോരണേ. നടക്കുന്ന സമയത്ത് അമ്പലത്തിൽ പോകുന്ന ആൾക്കാരുണ്ടാവും. ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു അമ്പലമുണ്ട്, പാലി എന്നാ പറയുന്നത്. പാലി സ്കൂളിലാണ് പഠിച്ചത്. അപ്പോ പാലിയം അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി പോകുന്ന വലിച്ചന്മാരുണ്ടാവും, വല്യമ്മമാരുണ്ടാവും. ഇവരൊക്കെ ഒപ്പം നടന്നു വരുന്നത്. അപ്പൊ നമ്മൾ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ അവര് ചോദിക്കും എന്തി മോളെ വരാഞ്ഞത്, വയ്യായിരുന്നോ? അപ്പൊ നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ സൊസൈറ്റി കുറച്ചുകൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല അന്നത്തെ കാലത്ത്. ഇന്ന് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടോ കുട്ടികളെ തനിച്ചൊറ്റയ്ക്ക് നടത്തി വിടാനോ അല്ലെങ്കിൽ തനിച്ച് പോയി വരാനായിട്ട് പറയാനുള്ള കോൺഫിഡൻസ് ഇന്ന് നമുക്കുണ്ടോ? ഇല്ലാലോ. എനിക്കില്ല കേട്ടോ. എന്റെ അമ്മയ്ക്കുള്ള അമ്മയ്ക്കൊക്കെ ഇല്ലാത്ത കോൺഫിഡൻസ് ഇന്ന് എനിക്കില്ല. കാരണം എനിക്ക് എന്താ പറയാ, നമ്മൾ കേൾക്കുന്ന ന്യൂസുകൾ, വാർത്തകള് അതൊന്നും വിശ്വസിച്ചിട്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ പുറത്തേക്ക് വിടാനായിട്ട് തോന്നില്ല. പക്ഷെ അവർക്ക് മാക്സിമം സെക്യൂരിറ്റി നമ്മൾ പാരന്റ്സും ടീച്ചേഴ്സും ഉറപ്പ് വരുത്തണം. ഓക്കെ, നമ്മള് നല്ല സ്നേഹത്തോട് കൂടി തന്നെ കുട്ടികളെ വളർത്താം. ചില കുട്ടികൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ടീച്ചർമാരായിരിക്കും ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈ ചൈൽഡ് അബ്യൂസ് ഒക്കെ നേരിടുന്ന കുട്ടികളില്ലേ, അവരെ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ അവരുടെ ടീച്ചറായിരിക്കും. എന്ത് പറ്റി? ചിലപ്പോൾ ടീച്ചർ കുട്ടികളെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ അവളുടെ വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ ആയിരിക്കും അവർക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നതെന്ന് പുറം ലോകം അറിയുന്നത്. ഒത്തിരി ന്യൂസുകളിലെ ടീച്ചർമാര് ഇതിന് കാരണമായിട്ടുണ്ട്. ടോക്സിങ് ചെയ്യുന്നതിലൂടെ ടീച്ചറോട് സംസാരിക്കുന്നതിന് മനസ്സിലാകുന്നത്. കാരണം ടീച്ചർ എന്ന് പറയുമ്പോൾ കുട്ടികൾ ഒരു സേഫ് പ്ലേസ് ആണ് അവിടെ ഫീൽ ചെയ്യുന്നത്. അവരുടെ പാരന്റ്സിനോട് തുറന്ന് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ടീച്ചർമാരോട് പറയും അല്ലെ. നമ്മളിപ്പോൾ ടീച്ചർമാര് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഫ്രണ്ട് ആവാനായിട്ട് നോക്കുക. അങ്ങനെയാണെങ്കിലേ അവർ നമ്മളോട് കാര്യങ്ങൾ പറയുള്ളൂ. ഒത്തിരി സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാല് അവർ പറയുള്ളൂ. നമ്മൾ നല്ല സുഹൃത്തുക്കളാവാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, നിങ്ങളെല്ലാവരും നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ സുഹൃത്താവാനായിട്ട് ശ്രമിക്കണം. ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങളും എന്നെയും ആ ഒരു കാറ്റഗറിയിലേക്ക് കൂട്ടാട്ടോ. ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നൊക്കെ തോന്നുമെങ്കിലും കാരണം ഭയങ്കര പാവമാണ്. എന്നെയും അതേപോലെ തന്നെ ട്രീറ്റ് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട് ആയിട്ട് തന്നെ കാണാം. ഓക്കെ ഓക്കെ അതെന്താണ് പിന്നില്ലേ ഇപ്പൊ കുട്ടികള് ഇപ്പൊ ആണുങ്ങളെടുത്തായാലും പെണ്ണുങ്ങളെടുത്തായാലും ചെറിയ കുട്ടികളെ നിൽക്കുന്ന കാണുമ്പോ തന്നെ നമുക്ക് വേറെന്തോ തോന്നുന്നു. അത് എല്ലാവർക്കും ഉണ്ടോന്നറിയില്ല, എനിക്കിങ്ങനെ അങ്ങനെ തോന്നുന്നു. ഈശ്വര, അബ്യൂസ് ചെയ്യപ്പെടുവോ? നമ്മുടെ സമൂഹത്തിൽ സമൂഹം അങ്ങനെ പോയടാ. എന്ത് പറയാനാ, നമ്മൾ ന്യൂസ് വായിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അടുത്ത് നടന്നൊരു സംഭവമാണ്. അംഗനവാടിയിൽ വരുന്ന കുട്ടിയാണ്. അംഗനവാടിയിൽ വരുന്ന കുട്ടിയുടെ അംഗനവാടി വന്നിട്ട് ഈ ഒരു കുഞ്ഞിക്കുട്ടി 3 വയസ്സുള്ള ഒരു കുഞ്ഞിക്കുട്ടീനെ അത് ഉപദ്രവിച്ചെന്നാ പറയുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അംഗനവാടി പോകുന്ന ഒരു കുട്ടി എന്ന് പറയുന്നത് നമുക്ക് എന്തോരം വാത്സല്യം തോന്നേണ്ട ഒരാളാ. കുഞ്ഞിക്കുട്ടി 3 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോ ഒട്ടും സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത്. ഞാൻ കേട്ടിരുന്നു മാം ന്യൂസ്. കേൾക്കുന്നോ? കേട്ടിരുന്നു. നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മള് നമ്മുടെ കുട്ടികൾക്ക് സേഫ്റ്റി മസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം. അത് പെൺകുട്ടിയാണ് ആൺകുട്ടിയാണെന്നുള്ള ഡിഫറൻസ് നമ്മൾ കൊടുക്കല്. കാരണം നമ്മൾ കേൾക്കുന്ന ന്യൂസിൽ പെൺകുട്ടി ആൺകുട്ടികളെ വേർതിരിവില്ല. രണ്ടുപേരും ഇക്കിളി കുട്ടികളിപ്പോ എന്താണ് അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ ടീച്ചറൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമ്മളുടെ ടീച്ചിങ്ങിന്റെ അല്ലെങ്കിൽ കരിക്കുലത്തിന്റെ ഭാഗമായിരിക്കില്ല ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം. നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ബാഡ് ടച്ചും ഗുഡ് ടച്ചും. ഓക്കെ, ബാഡ് ടച്ച് എന്താണ്, ഗുഡ് ടച്ച് എന്താണ് എനിക്കാരും പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ സപ്പോസ് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളോട് മാത്രമല്ല നമ്മളുടെ കുട്ടികളോട് പറയണം. ബാഡ് ടച്ച് ടച്ച് ചെയ്താൽ ബാഡ് ടച്ച് ആണ്, അവനോട് പറയണം. ഇത് ഗുഡ് ടച്ച് ആണോ, ഓക്കെ ആണ്. ബാഡ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ പറയണം അവനോട്, അല്ലെങ്കിൽ അയാളോട് പറയണേ ബാഡ് ടച്ച് ചെയ്തു അവനോട് പറയും. എന്തെങ്കിലും ഒരു ചെറിയ മോശം എക്സ്പീരിയൻസ് ഉണ്ടായാൽ അപ്പൊ നമ്മളോട് തുറന്ന് പറയുന്നത് ആരോട് പറയണം, കുട്ടികളോട് പറയണം. മനസ്സിലായോ? അപ്പോ
നമ്മുടെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ലവ് ആൻഡ് സെക്കൻഡ് ഈസ് സെക്യൂരിറ്റി. നമ്മുടെ കുട്ടികൾ ഫാമിലി മെമ്പേഴ്സ് ആവട്ടെ, പാരന്റ്സ് ആവട്ടെ, കുട്ടികളോട് നല്ലൊരു സ്നേഹത്തോടു കൂടി അഫക്ഷനോട് കൂടി നമ്മൾ പെരുമാറണം. അതിലൂടെയാണ് അവരുടെ ആ ഒരു എന്താണ് ആ ബോണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു 7 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് നമുക്ക് ഒരു എപ്പോഴും നമ്മളുടെ കാര്യങ്ങൾ നമ്മളോട് കൂടുതൽ അറ്റാച്ച് ആയിരിക്കുന്നത് അല്ലെ. 7 വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെ നമ്മളോട് പാരന്റ്സിനോട് എപ്പോഴും ഭയങ്കര അറ്റാച്ച് ആണ്. ആ ടൈമിൽ നമ്മൾ നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. കുട്ടികളായിട്ട് നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ നല്ലൊരു ഫ്രണ്ട് ആവാനായിട്ട് കുട്ടികളുടെ നല്ലൊരു ഫ്രണ്ട് ആവാൻ ശ്രമിക്കണം. അതിലൂടെ അവർ നമുക്ക് ഗൈഡ് ചെയ്യാനായിട്ട് പറ്റും. നല്ല സുഹൃത്തുക്കളാണെങ്കിൽ നമുക്ക് നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവർ കറക്റ്റ് ആയിട്ടുള്ള പാതയിലേക്ക് കൊണ്ടുവരാനൊക്കെ പറ്റും. ദെൻ നെക്സ്റ്റ് ആണ് സെക്യൂരിറ്റി. അവർ സേഫ് ആണ് എന്നുള്ള ഫീലിംഗ് നമ്മുടെ വീട്ടിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് എവിടെയാണ്? നമ്മുടെ സ്വന്തം വീടാണല്ലേ. അതിപ്പോ ചിലപ്പോ ചിലർ പറയും സ്വന്തം വീടാണ്, എന്റെ സ്വന്തം വീട്ടിലാണ് ഞാൻ ഏറ്റവും സേഫ് എന്ന് പറയും അല്ലെ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ എനിക്ക് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ഇപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 8 മണിയായിട്ട് ഞാൻ എഴുന്നേറ്റ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവുന്ന ആദ്യ ഒരു സ്ഥലം, എന്താ പറയാ, എത്ര നേരം ഉറങ്ങിയാലും കംപ്ലൈന്റ് പറയാത്ത സ്ഥലം, നമ്മളെ കേൾക്കാനായിട്ടുള്ള ആൾക്കാർ, നമ്മളെന്താ പറയാ, അച്ഛനമ്മയ്ക്ക് ഭയങ്കര നമ്മളോടൊരു കെയറും സ്നേഹവും കാര്യങ്ങളുണ്ട്. നമ്മുടെ ഹസ്ബൻഡ് വീട്ടിൽ ഇല്ലാന്നല്ല, എന്നാലും കുറച്ചുകൂടി സ്പെഷ്യൽ ആണ് നമ്മൾ അല്ലെ. ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ്. അപ്പൊ നമ്മളുടെ വീട് നമുക്ക് എത്ര സേഫ് ആണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ വീട് അതേപോലെ ഒരു സേഫ് ആയിട്ടുള്ള പ്ലേസ് ആക്കാനായിട്ട് ആര് ശ്രമിക്കണം? നമ്മൾ ശ്രമിക്കണം. നമ്മളുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു സേഫസ്റ്റ് പ്ലേസ് ആണ് നമ്മുടെ വീട് എന്ന് പറയുന്നത്. അവരുടെ ഈച്ച് ആൻഡ് എവറി ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് കുട്ടിക്ക് നമ്മൾ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമുക്ക് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് ലവ്, സെക്കൻഡ് വൺ ഈസ് സെക്യൂരിറ്റി. ഈ 2 നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ദെൻ ഇതിലൂടെ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് കുട്ടികളുടെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. സെൽഫ് ഇമേജ്, പോസിറ്റീവ് സെൽഫ് ഇമേജ്, അവരെ കുറിച്ച് തന്നെ ഒരു മതിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇമോഷണൽ സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് സൊസൈറ്റിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സൊസൈറ്റിയിൽ അവന് സെൽഫ് കൺട്രോൾ കിട്ടും. എങ്ങനെയാണ് ഇമോഷൻസ് പ്രകടിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള കൺട്രോൾ ഈ ലവ് ആൻഡ് സെക്യൂരിറ്റിയിൽ നിന്ന് അവന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? വേറൊരാള് റീഡ് ചെയ്യോ ലവ് ആൻഡ് സെക്യൂരിറ്റി? വായിക്കാം മിസ്. There are 2 main factors which contribute to the healthy growth of the mind. It is necessary for a child to have a feeling of being wanted and required by others, a safe feeling that he and she has a certain place in the family and the society, and understanding the patient and friendly attitude on part of the parents and teachers together with the proper guidance whenever required contributes strongly in developing self-confidence, a positive self-image, emotional security, adjustment in society and self-control in the child. അതൊരു പേഷ്യന്റ് കണ്ടോ? നിങ്ങള് മിസ്റ്റേക്ക് കണ്ടോ? പാരന്റ്സ് ആണ്. കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടു പാരന്റ്സ് ആണ് കേട്ടോ. കറക്റ്റ് ചെയ്യട്ടെ എല്ലാവരും. അപ്പോ ലവ് ആൻഡ് സെക്യൂരിറ്റിയോട് നമുക്ക് കുട്ടികളെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നല്ല ഫീലിംഗ്, ലവ് ഓഫ് സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഫാക്ടേഴ്സ് ആണ്. ദെൻ നമ്മളുടെ കുട്ടികള്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല, കഴിഞ്ഞ വർഷം ഞങ്ങളുടെ നാട്ടിൽ നമ്മളൊരു ഇൻസിഡന്റ് ആണ് ഞങ്ങളോട് പറയുന്നത്. ഒരു കുട്ടി +2 എക്സാമിന് മുമ്പ് സൂയിസൈഡ് ചെയ്ത കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്. ഇല്ല. ഈ ഒരു കുട്ടി +2 എക്സാമിന്റെ സമയത്ത് ആത്മഹത്യ ചെയ്തു. മരണം സംഭവിച്ചു. അപ്പൊ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. എന്റെ വീടിന്റെ അടുത്ത് നിന്ന് കുറച്ച് കുട്ടികൾ പോകുന്നുണ്ട്. അപ്പൊ നമ്മള് പെട്ടെന്ന് ന്യൂസ് കേൾക്കുന്നേ എക്സാമിന് കഴിയുന്നത് 2 ദിവസം മുമ്പായിട്ടാണ് ഈ ന്യൂസ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ +2 എക്സാം ആണല്ലോ. അപ്പൊ നമ്മള് ഈ കുട്ടിയോട് ചോദിച്ചു, എന്ത് പറ്റി, അവൻ എക്സാമിനോട് ഭയം കൊണ്ടാണോ ആ ഒരു ആത്മഹത്യ ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് അവൻ എന്ത് പറ്റിയിട്ടാന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് അവർ പറഞ്ഞത്, പക്ഷേ അവന് +1 ഫുൾ A+ ആണ്. അപ്പൊ അവനായിരുന്നു ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിന്റെയും അതേപോലെ അവന്റെ പാരന്റ്സിന്റെ ഒക്കെ ഭയങ്കര പ്രതീക്ഷയായിരുന്നു അവന് ഫുൾ A+ കിട്ടും എന്നുള്ളത്. ഇവന്റെ പാരന്റ്സ് എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ
ഈ ഫുൾ എ പ്ലസ് ഒരു എന്താ പറയാ ഒരു മൈൻഡാണ് ഇപ്പോഴത്തെ പാരന്റ്സിന്. കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യണം എന്നൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഫുൾ എ പ്ലസ് വേണം, എല്ലാത്തിനും ഫുൾ വേണം. അങ്ങനെ ഒരുപാട് അവരെ ചെയ്തിരുന്നു, പ്രഷർ ചെയ്യുമായിരുന്നു. അപ്പോൾ വരുന്നത് പുറത്തൊന്നും ഞങ്ങളുടെ ഒപ്പം ഒന്ന് കളിക്കാനൊന്നും വിടില്ല, ഫുൾ ടൈം സ്റ്റഡി 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 ആയിരുന്നു. പക്ഷേ ഇപ്പോ ലാസ്റ്റ് ആയപ്പോ ഈ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് പിന്നെ ഈ കുട്ടികൾ ആരും ഇവരെ കണ്ടിട്ടില്ല. മോഡൽ എക്സാം കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ ആരും അവരെ കണ്ടിട്ടില്ല. അപ്പൊ ലാസ്റ്റ് ഫ്രണ്ട് ഒന്ന് വിളിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞത് പേടിയാവുന്നുണ്ട്, ഇംഗ്ലീഷ് എക്സാമിന് A+ പോവോ എന്നുള്ള ഭയം ഉണ്ടെന്ന് അവൻ പറഞ്ഞിരുന്നു. അപ്പൊ അത് ഭയങ്കര പേടിയാവണം. അപ്പൊ അമ്മനോട് പറയാൻ പറഞ്ഞപ്പോ അമ്മ പഠിക്കുന്നേ പഠിക്കാത്തതുകൊണ്ടാണ് കിട്ടാത്തതെന്നൊക്കെ വഴക്ക് പറഞ്ഞു. പക്ഷെ അവർ ഇംഗ്ലീഷ് എക്സാമിന് 2 ദിവസം തലേ ദിവസം ആത്മഹത്യ ചെയ്യാ ചെയ്തത്. ഭയങ്കര വിഷമം തോന്നിയതേ. നമ്മൾ ഏറ്റവും സേഫ് ആണെന്ന് ഫീൽ ചെയ്യുന്ന ഒരു പ്ലേസ് നമ്മുടെ വീട്. ഫാമിലിയിൽ നമ്മളുടെ കുട്ടികളെ നമ്മൾ മനസ്സിലാക്കി പിന്നെ ആരാ മനസ്സിലാക്കാനുള്ളത് അല്ലെ? അപ്പോ നമ്മളെല്ലാവരും നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ കുട്ടികൾക്കും ഡിഫറെന്റ് ആയിട്ടുള്ള എബിലിറ്റി ഉണ്ടാവും. ഈ കുട്ടി പഠിക്കാത്ത കുട്ടിയോ അങ്ങനൊന്നുമല്ല. പക്ഷെ പാരന്റ്സിന്റെ ആ ഒരു കമ്പൽ ഉണ്ടല്ലോ, എന്താ പറയാ ഫുൾ A+ വേണം എന്നുള്ളൊരു. അവൻ 10th ഫുൾ A+ ആണ്, ഇപ്പൊ +2 ഫുൾ A+ വേണം. ഒരു A+ പോയി കഴിഞ്ഞാൽ എന്തായിരുന്നു അല്ലേ? ആ ഒരു കമ്പലിന്റെ പുറത്ത് അവർക്ക് നഷ്ടമായത് എന്താണ്? കുട്ടീനെ തന്നെയാണ്. നമ്മള് കുട്ടിക്ക് നല്ല ലവ് സേഫ് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ വേറൊരു സംഭവമുണ്ട്, പാരന്റ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ് കമ്പയർ ചെയ്യും. നിങ്ങൾ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടില്ലേ കമ്പാരിസൺ? കമ്പയർ ചെയ്യും, നീ അവനെ കണ്ടുപിടിക്കും ഇവനെ കണ്ടുപിടിക്കും, ഇത്രയും മാർക്ക് സ്കോർ ചെയ്തിട്ട് നീ അവനെ കണ്ടുപിടിക്കുക. കേട്ടിട്ടുണ്ടോ ചെറുപ്പത്തിലൊക്കെ? ഓക്കെ, കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ അമ്മമാര് കുറച്ചും കൂടി മാറ്റമുണ്ട് തോന്നുന്നു. നമ്മളിപ്പോ കുട്ടികളെ കമ്പയർ ചെയ്യുന്നില്ല. കമ്പയർ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. എന്റെ കുട്ടികളാരും അവരുടെ കുട്ടികളെ കമ്പയർ ചെയ്യുന്നില്ലല്ലോ. കമ്പയർ ചെയ്ത് കേട്ടോ. നമ്മളുടെ കുട്ടി ഒരു വേയിൽ ഏറ്റവും പെർഫെക്റ്റ് ആണ്, അവന്റേതായ രീതിയിൽ അവൻ ഏറ്റവും പെർഫെക്റ്റ് ആണ്. ഒരു കാരണവശാലും മൂത്ത ആളെ കണ്ടുപിടിക്കുന്നോ ആ വീട്ടിലെ കുട്ടിയെ കണ്ടുപിടിക്കുന്നോ ഇവനെ കണ്ടുപിടിക്കും ഫ്രണ്ടിനെ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞു കമ്പയർ ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, പാടില്ല. കമ്പാരിസനോട് പ്രൊഹിബിറ്റഡ് ആണ്. അത് നമ്മുടെ മനസ്സിലേക്ക് വരാം. നമ്മുടെ കുട്ടീനെ ഒരു കാര്യത്തിലും മറ്റൊരാളായിട്ട് താരതമ്യം ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മുടെ കുട്ടി എന്താണ് ഇൻഡിപെൻഡന്റ്ലി ഇൻഡിഫറെന്റ് ആണ് അല്ലെ? എല്ലാവരും ഇൻഡിഫറെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തോ നിങ്ങൾക്ക്? ഇൻഡിവിജ്വൽ ഡിഫറൻസ്, സോറി ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ ഈവൻ ട്വിൻസ് ആണെങ്കിൽ പോലും അവർ രണ്ടുപേരുടെയും ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ക്വാളിറ്റീസിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടികളെ എന്ത് ചെയ്യാൻ പാടില്ല? കമ്പയർ ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അതേപോലെ നമ്മൾ അവരെ ഒരുപാട് കമ്പൽ ചെയ്യരുത്. ഓരോ കുട്ടികൾക്കും അതിൻ്റെതായ കഴിവുകൾ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മതി, കമ്പയർ ചെയ്യരുത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇൻഡിപെൻഡൻസ്. നമ്മൾ കുട്ടികൾക്ക് അവരുടെ ഏജിനനുസരിച്ച് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകൾ കൊടുക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, അത് അവരെ കൊണ്ട് സ്വയം ചെയ്യിപ്പിക്കണം. മനസ്സിലായോ? ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യിക്കണം. ചിലപ്പോ ഒരു എന്താ പറയാ UKG പഠിക്കുന്ന കുട്ടിക്ക് അവർ ടൈം ടേബിൾ നോക്കിയിട്ട് ബുക്ക് എടുത്ത് വെക്കാനായിട്ട് പറ്റും അല്ലെ? ഇംഗ്ലീഷ് ആണോ, ഇംഗ്ലീഷ്, ഹിന്ദി, നമ്മൾ 2-3 ദിവസം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആദ്യം ഇതിങ്ങനെ എന്താന്ന് ചോദിക്കുമ്പോൾ പറയണത് ഇംഗ്ലീഷ് ആണ്, ഇംഗ്ലീഷ് ബുക്ക് എടുത്ത് വെക്ക്, ഹിന്ദിയുടെ ബുക്ക് എടുത്ത് വെക്ക്, മലയാളം എടുത്ത് വെക്കുക എന്നൊക്കെ ആദ്യമൊക്കെ പറഞ്ഞു കൊടുക്കണം. പിന്നെ അവരെന്ത് ചെയ്യും? അതിനോടൊപ്പം ട്രെയിൻഡ് ആയിക്കോളും. ഓക്കെ, ചെറിയ ചെറിയ ടാസ്കുകൾ. ഇപ്പൊ ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ടൈം ടേബിൾ അനുസരിച്ച് ബുക്ക് എടുത്ത് വെക്കുന്നത്, സ്വയം ഡ്രസ് ചെയ്യുന്നത്, പിന്നെ എന്താണ് ടിഫിൻ ബോക്സ് ആയാലും വാട്ടർ ബോട്ടിൽ ആയാലും ബാഗിലേക്ക് എടുത്തു വെക്കുന്നതും, ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ തന്നെ ആദ്യം ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും കിച്ചണിൽ കൊണ്ടുവയ്ക്കുന്ന, അങ്ങനെ ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്യാൻ പറ്റില്ല അവർക്ക്. LKG പഠിക്കുന്ന കുട്ടികൾക്ക് അത് നമ്മൾ അവരെ ശീലിപ്പിക്കണം. ആ ഒരു ഏജ് മുതൽ അവരെ കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം. ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്ക്, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ നമ്മൾ അവരെ കൊണ്ട് എന്ത് ചെയ്യണം? ചെയ്യിപ്പിക്കണം. Depending upon their ability, children should be promoted to think independently and carry out the task, of course, under adult supervision. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യിക്കണം, അത് നമ്മളുടെ സൂപ്പർവിഷനോട് കൂടി നമ്മളുടെ ശ്രദ്ധയിൽ അവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുകയാണ് വേണ്ടത്. ഇപ്പൊ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ എഗ് റോസ്റ്റ് ചെയ്യാനായിരിക്കും, മോള് വരും ഹെൽപ്പ് ചെയ്യാനായിട്ട്. എനിക്കറിയാം അവള് ഹെൽപ്പ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും അടച്ചിട്ടുകൊണ്ട് ചെയ്യേണ്ട പരിപാടി 1/2 മണിക്കൂർ എടുക്കും. പക്ഷെ എന്നാലും ടൈം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അവളെ കൊണ്ട് തന്നെ കുക്ക് ചെയ്യിക്കും. അവള് പതുക്കെ, അത് നല്ല രസമാണ് ചെയ്യുന്നത് കാണാനായിട്ട്. എഗ് കട്ട് ചെയ്യുന്നു, അത് ഇത് ചെയ്യുന്നു, ടച്ചൊന്നും ചെയ്യില്ല, അതിന്റെ ഉള്ളൊന്നും ടച്ച് ചെയ്യില്ല.
അതെടുത്ത് കളയുന്നു. അവിടെ അവളുടേതായ രീതിയിൽ മിക്സ് ചെയ്യുന്നു. എന്നിട്ട് എന്നോട് എന്താ പറയാ, ഗ്യാസ് ഓൺ ചെയ്ത് തന്നെ കേട്ടോ, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളും. 5 വയസ്സാണ് ആൾക്ക്, ബാക്കിയൊക്കെ അവള് ചെയ്യും. അപ്പൊ എഗ് റോസ്റ്റ് ചെയ്തിട്ട് അവള് തന്നെ ഫുഡ് കഴിക്കും. അപ്പൊ അത് എന്താ പറയാ, ഇൻഡിപെൻഡൻസ് ആണ്. നമ്മുടെ ശ്രദ്ധയിൽ വേണം കേട്ടോ ഗ്യാസിന്റെ ഒക്കെ കാര്യമാണ്. ഞങ്ങളുടെ ഗ്യാസ് എന്ന് പറഞ്ഞാല് കുട്ടിയുടെ കൈ എത്തിയില്ല, എന്ത് വന്നാലും കൈ എത്തിയില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് അവളെ കേക്ക് ഞാൻ എന്ത് ചെയ്യും, അവിടെ ഒരു ഇതുണ്ട്, എന്താ പറയാ, ഒരു ഇരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് പോലെ ഉണ്ട്. അപ്പൊ അവിടെ ഇരുത്തിയിട്ടാണ് കുക്കിംഗ് ഒക്കെ അവള് ചെയ്യുന്നത്. നമുക്ക് ഉറപ്പാണ് അതിന്റെ ഓൺ ആക്കാനായിട്ട് ചാൻസ് കുറവാണ്. അപ്പൊ ഓൺ ആക്കാൻ അറിയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗ്യാസ് ആണ് ഓൺ ചെയ്യാൻ പാടില്ല, ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് പേടിപ്പിക്കണം. ഇങ്ങനെ പൂ വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ചെയ്യാം. ചെറുതായിട്ട് ചെറിയ നാച്ചുറൽ ടൂറിസ്റ്റിനെ കുറിച്ച് ഇത്തിരി ഭയമൊക്കെ ഉള്ളത് നല്ലതാണ്. അതുകൊണ്ട് ഞാൻ പേടിപ്പിച്ചിട്ടുണ്ട് കുറച്ച്. എന്നിട്ട് നമ്മൾ അവള് ചെയ്യും. അങ്ങനെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഇപ്പൊ അവളുടെ ക്ലോത്ത് അവളെ കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, കുട്ടികളെ കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, റോൾ ചെയ്ത് വെക്കാം. അവരുടെ ക്ലോത്ത് ഏതാണെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ അത് മടക്കി നല്ല ഭംഗിയിൽ അവരുടെ ഷെൽഫിൽ വെക്കാനായിട്ട് അവർ ചെയ്യിപ്പിക്കാം. ഓക്കെ, ചെറിയ ചെറിയ ടാസ്കുകൾ നമ്മൾ എന്ത് ചെയ്യാം, അവരെ കൊണ്ട് കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മോളെ കൊണ്ട് ഡ്രസ്സൊക്കെ മടക്കി എടുത്ത് ഷെൽഫിൽ വെക്കുമെന്ന്. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ മടക്കി കൊടുക്കാന്ന് വിചാരിക്കും. ഡ്രസ് ഞാൻ മടക്കി കൊടുത്തു കഴിഞ്ഞാല് അത് ഇപ്പൊ അവർക്ക് അത് ഇഷ്ടമല്ല. അവള് തന്നെ അത് മടക്കണം, എന്നാലും ഭംഗിയാവുള്ളൂ. ഞാൻ മടക്കുന്നത് ഭംഗിയില്ല. കഴിഞ്ഞ ദിവസം സൺഡേ ചീത്തയാണ്, അമ്മ ഇങ്ങനെയല്ല ചെയ്യേണ്ട, അമ്മ ഇങ്ങനെയാണ്. പക്ഷെ അവള് അത് ഭംഗിയില് മടക്കാന്ന് പറഞ്ഞിട്ട് അവള് വെക്കുന്ന രീതിയിൽ വെക്കണം. അപ്പോ ചെറിയ പ്രായത്തിൽ നമ്മൾ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിച്ചു കഴിഞ്ഞാല് മുതിർന്നു കഴിയുമ്പോൾ അവർക്ക് ഇൻഡിപെൻഡന്റ് ചൈൽഡ് ആയിട്ട് മാറാനായിട്ട് പറ്റും. ഓക്കെ, കുഞ്ഞു കുട്ടികളാകുമ്പോൾ മുതൽ നമ്മൾ ചെറിയ ടാസ്കുകൾ ചെയ്യിപ്പിക്കാം. വലിയതല്ല, അവരെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കാം എന്നല്ല പറയുന്നത്. കുഞ്ഞു ടാസ്കുകളൊക്കെ ചെയ്യിക്കാം, ചെറിയ ചെറിയ ടാസ്കുകൾ. അപ്പൊ ഇനി മുതൽ അങ്ങനെ ശീലിക്കൂലേ, കുട്ടികളെ കൊണ്ട് ചെറിയ കാര്യങ്ങൾ ചെയ്യിക്കാൻ. പെട്ടെന്ന് ഓടിപ്പോയിട്ട് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ പറയരുത്. ചിലപ്പോൾ അവർക്കത് ചിലപ്പോൾ അഡ്ജസ്റ്റബിൾ ആവണമെന്നില്ല. സോ നമ്മൾ കുഞ്ഞു കാര്യങ്ങൾ അവർക്ക് ആ ഒരു കഴിവിനനുസരിച്ച് ശീലിപ്പിക്കുകയാണ് വേണ്ടത്. അവർക്ക് കുട്ടികൾക്ക് വേണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഫാക്ടറാണ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ്. ഇപ്പോഴും കുട്ടികൾക്ക് ഒരു ഹെൽത്തി സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. കുട്ടിയുടെ സ്മൂത്ത് ഹെൽത്തി ഇമോഷണൽ ഡെവലപ്മെന്റിനും സോഷ്യൽ ഡെവലപ്മെന്റിനും നമുക്ക് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഇപ്പോ നമ്മുടെ കുട്ടികള് ഫേസ് ചെയ്ത് നമ്മുടെ സമൂഹം, കുട്ടികൾ ജീവിക്കുന്ന സമൂഹം കുട്ടികളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോഷ്യൽ എൻവയോൺമെന്റിനെ കുറിച്ചൊക്കെ, സോഷ്യൽ ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. സൊസൈറ്റി വളരെയധികം എന്ത് ചെയ്യുന്നത്, കുട്ടീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പൊ കുട്ടി കാണുന്നത് എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടി എന്താണ് സീ ചെയ്യുന്നത് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടി കാണുന്നത് മദ്യപാനപ്പോൾ ഒരു സമൂഹം, അല്ലെങ്കിൽ വീട്ടിലെപ്പോഴും തർക്കങ്ങളാണ്, ക്ലാസ് ഓർ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിറ്റി ഓഫ് വയലൻസ് ഇൻ സൊസൈറ്റി, അല്ലെങ്കിൽ ഇതെല്ലാം എന്തിനും കാരണമാവുന്ന കുട്ടികളുടെ ഫ്രസ്ട്രേഷൻ, റിജക്ഷൻ, അതേപോലെ തന്നെ നോൺ അഡ്ജസ്റ്റ്മെന്റ് ചൈൽഡ് ഒക്കെ ഫേസ് ചെയ്യാനായിട്ട് കാരണമാകുന്നത്. എക്സാമ്പിൾ പോലെ പറയാം, സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. കുട്ടിയുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് അവന്റെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്. ഇപ്പൊ ഫാമിലിയുടെ അകത്ത് എപ്പോഴും തർക്കങ്ങളാണ്, എപ്പോഴും വഴക്കും തർക്കങ്ങളും, എന്താ പറയാ, ഹസ്ബൻഡ് വൈഫിനെ നല്ല രീതിയിൽ ബീറ്റ് ഒക്കെ ചെയ്യുന്നു, ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു, ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ഉപദ്രവിക്കുകയാണ്. ഇതാണ് കുട്ടി കണ്ടു വളരുന്നതെങ്കിൽ കുട്ടിയുടെ മനസ്സിൽ അതൊരു എന്താ പറയാ, ഒരു പ്രശ്നമായിട്ട് മാറും. പിന്നീട് അതിന്റെ ഒരു ഫീലിംഗ് കാര്യങ്ങൾ ചെറുപ്പത്തിലെ കുട്ടി കണ്ട് ഫേസ് ചെയ്ത് വരാണെങ്കിൽ അവരുടെ ഉള്ളിൽ തന്നെ അങ്ങനെ കിടക്കും. അത് അവന് ആ ഒരു ഫ്രസ്ട്രേഷൻ കാര്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ടാവും. ചിലപ്പോൾ ഭയമായിരിക്കും, ഫിയർ ആയിരിക്കും, അല്ലെങ്കിൽ ചില കാര്യങ്ങളോടുള്ള നോൺ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കാം, ചിലപ്പോൾ ഫ്രസ്ട്രേഷൻ ആയിട്ട് മാറും. ഇതെല്ലാം കുട്ടികളുടെ ഉള്ളിലേക്ക് വരും. ഇനിയിപ്പോ ഒരു കുട്ടി ഭയങ്കര ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ഒരു സമൂഹത്തിൽ നിന്നാണ് വളർന്നു വരുന്നത്. അവൻ കാണുന്നത് ഇതേപോലത്തെ കാര്യങ്ങളാണ്. ഇപ്പൊ എന്താ പറയാ, ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ആണെങ്കിൽ അവൻ മുതിർന്നു കഴിഞ്ഞാലും അവന്റെ മനസ്സിൽ തന്നെയായിരിക്കും കിടക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് ആണ്. ഒരു ഹെൽത്തി ആൻഡ് പോസിറ്റീവ് എൻവയോൺമെന്റ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാം. അതിലൂടെ കുട്ടികളെ നമുക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ചൈൽഡ് ആക്കി എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് പറഞ്ഞാൽ ലവ് ആൻഡ് സെക്യൂരിറ്റി. നമ്മൾ കുട്ടികളെ സ്നേഹത്തോടു കൂടി കെയറോട് കൂടി നമുക്ക്
ഡെവലപ്പ് ചെയ്യുക, പിന്നെ ഇൻഡിപെൻഡൻസ് കൊടുക്കുക, നല്ല ഫ്രീഡം കൊടുക്കുക. ഏതൊരു ആക്ടിവിറ്റിയും ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ആണെങ്കിൽ നമ്മുടെ പാരന്റ്സ് പറയുകയാണെങ്കിൽ അത് ചെയ്തിട്ട് വന്നോ എന്ന് പറയുമ്പോൾ നല്ലൊരു ഇൻഡിപെൻഡന്റ് ഒരു ഫ്രീഡം നമുക്ക് തരണം. എന്ത് കാര്യത്തിലും നമുക്ക് ഫ്രീഡം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. നല്ല ആത്മവിശ്വാസത്തോടു കൂടെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റിൽ ഒരു കുട്ടിക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ നല്ലൊരു സ്മൂത്ത് ആൻഡ് ഹെൽത്തി ഇമോഷണൽ ഡെവലപ്മെന്റ് കുട്ടിക്ക് സംഭവിക്കാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ഹെൽത്തി സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെന്റ്, സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെന്റ്. അപ്പോ ഒരു കുട്ടി എന്താണ് കാണുന്നത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടി പോസിറ്റീവ് എൻവയോൺമെന്റിൽ നിന്നാണ് വളർന്നു വരുന്നതെങ്കിൽ കുട്ടിയുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, നല്ല സമാധാനപ്രിയനായിരിക്കും, നല്ല പീസ് ആൻഡ് നല്ല ഹാർമണി ഉള്ള കുട്ടിയായിരിക്കും, നല്ല ഐക്യമുള്ള കുട്ടികളായിരിക്കും, നല്ല എന്താ പറയുക നല്ലൊരു കോറിലേഷൻ ഉണ്ടാവും, എന്താ പറയാ ഹാർമണി ഉണ്ടാവും, ഹാർമണി ഐക്യമുള്ള കുട്ടികളായിരിക്കും. എന്തൊരു സാഹചര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പോകാൻ പറ്റുന്ന ടൈപ്പ് കുട്ടികളായിരിക്കും ഒരു പോസിറ്റീവ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റിൽ നിന്ന് വളർന്നു വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, നെഗറ്റീവ് ആണ് ഈ കുട്ടികളുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ആ കുട്ടി എങ്ങനെയായിരിക്കും? മാൽ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും അല്ലെ? ഒന്നിനോട് നമുക്ക് സമൂഹത്തിനോട് പെട്ടെന്ന് അഡ്ജസ്റ്റ് ആവില്ല. അവര് അവരുടെ പ്രവർത്തികളൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഭയങ്കര ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അത് എന്ത് ചെയ്യട്ടെ, എന്താണ് അത് സ്റ്റെപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു മെന്റാലിറ്റിയിലായിരിക്കും കുട്ടി വളർന്നു വരുന്നത്. അപ്പം സോഷ്യൽ ബിഹേവിയറിലൊക്കെ കുട്ടി പോകാനായിട്ട് ഈ ഒരു നെഗറ്റീവ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് അവനെ എന്ത് ചെയ്യും? അത് അഫക്ട് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? നമ്മൾ പറഞ്ഞത് ലവ് ആൻഡ് സെക്യൂരിറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലേ? അത് കഴിഞ്ഞ് റീഡ് ചെയ്യാൻ ഏതൊക്കെയാണ്? 3 റീഡ് ചെയ്ത് ചെയ്യാലോ. ഫസ്റ്റ് ലവ് ആൻഡ് സെക്യൂരിറ്റി റീഡ് ചെയ്തു. ഇൻഡിപെൻഡൻസ് ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റ് ആരെങ്കിലും ഒരാൾ റീഡ് ചെയ്യോ? ഞാൻ റീഡ് ചെയ്യാം. Depending upon their ability, children should be prompted to think independently and carry out tasks. Of course, under adult supervision, this also helps in developing confidence in the child. Socio-emotional environment. A healthy socio-emotional environment is necessary for smooth and healthy emotional development of the child. What a child sees is also important. Drunkenness, quarrels at home, racial and class distinctions, anti-social activities and violence in society end in feelings of frustration, dejection, fear and non-adjustment in the child, and it often may even result in anti-social behavior in the child. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? വെയിറ്റ് ബൈ വെയിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. സെന്റൻസ് ബൈ മീനിങ് അങ്ങനെ പറയണ്ടല്ലോ, ഇങ്ങനെ പറഞ്ഞാൽ പോലെ. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് ഇമോഷൻസിനെ കുറിച്ച് പറഞ്ഞു. ലാസ്റ്റ് നമ്മള് ആങ്കറിനെ കുറിച്ച് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സോഷ്യൽ ഇമോഷണൽ നീഡ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ മൂവ് ആവുന്നത് ഹൈറാർക്കി ഓഫ് നീഡ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. എന്താണ് ഹൈറാർക്കി ഓഫ് നീഡ്സ്? ഞാൻ ഈ ഒരു ഇമേജിന് ഇവിടെ ഒരു പടം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടോ? നോക്കി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരുന്നു മാം. വരച്ചിട്ടുണ്ട് എല്ലാവരും? എല്ലാവരും ആ ഒരു ഇമേജ് നോക്കി വരച്ചിട്ടുണ്ടായിരുന്നോ? ചെയ്തിട്ടുണ്ട്. ഇതേപോലത്തെ ഇമേജ് ആയിരുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇമേജ് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഈ ഇമേജ് ആയിരുന്നോ എന്ന് എനിക്കറിയില്ല. എന്നാലും പോയിന്റ്സ് ഒക്കെ ഏകദേശം കറക്റ്റ് ആണ്. സെയിം തന്നെയാണ്. മാസ്ലോ നീഡ് ഓഫ് ഹൈറാർക്കി ചിൽഡ്രൻസിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ
കുട്ടികൾക്ക് ഫസ്റ്റ് വേണ്ട ഒരു നീഡാണ് ഏറ്റവും ലാസ്റ്റ്. നമ്മൾ ആ സ്റ്റെപ്പ് പോലെ വിചാരിച്ചാൽ മതി. നമ്മൾ സ്റ്റെപ്പ് കയറി പോകില്ലേ മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫിസിയോളജിക്കൽ നീഡാണ് അല്ലെ? കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും? ഫിസിയോളജിക്കൽ നീഡാണ്. ഫിസിയോളജിക്കൽ നീഡിൽ ബേസിക്കലി വരുന്ന എന്താണ്? ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, റെസ്റ്റ്. കുട്ടികളെ സംബന്ധിച്ച് എന്ത് വേണം? പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് വേണം, നല്ല ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ വേണം, ഒരു സേഫ് ആയിട്ടുള്ള പ്ലേസ് അവർക്ക് റെസ്റ്റ് ചെയ്യാനും അവർക്ക് അവരുടെ ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ടും ഷെൽട്ടർ, സേഫ് ആയിട്ടുള്ള പ്ലേസ് വേണം അല്ലെ? നമ്മുടെ കുട്ടികളുടെ ബേസിക് നീഡാണ് ഇത് ഫിസിയോളജിക്കൽ നീഡ്. രണ്ടാമത്താണ് സേഫ്റ്റി നീഡ്. ഹെൽത്ത്, സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി. നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് ആവട്ടെ, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള വാക്സിൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം, സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം. അതാണ് രണ്ടാമത്തെ നീഡ്. ദെൻ ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ്. സ്നേഹിക്കപ്പെടാനും അവസരങ്ങൾ കിട്ടണം. കുട്ടികളിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യണം. സെൻസ് ഓഫ് കണക്ഷൻ, മറ്റുള്ളവരായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്, പാരന്റ്സ് ആയിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ള ഫീലിംഗ് കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്യണം. ദെൻ എക്സ്റ്റീം നീഡ്, ഫീൽ ഓഫ് അക്കംപ്ലിഷ്മെന്റ്. കുഞ്ഞു കുട്ടികൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ അവർക്ക് ആ ഒരു സന്തോഷത്തോടു കൂടി ഒരു അക്കംപ്ലിഷ്മെന്റ് ഫീലിംഗ് തോന്നണം. ജസ്റ്റ് ചിലപ്പോ ഒരു എന്താ പറയാ ക്ലാസ് ടെസ്റ്റിന് നല്ല മാർക്ക് വാങ്ങിച്ചതായിരിക്കും, അവര് ഭയങ്കര സംഭവമായിട്ട് ഇന്ന് വൈകുന്നേരം വരുമ്പോൾ ചിലപ്പോ മോള് ക്ലാസ് ടെസ്റ്റിന് ഫുള്ള് വാങ്ങിച്ചത് കാണിക്കാൻ വേണ്ടിയിട്ട് വരും, ഒരു സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വരും. നമ്മൾ നോക്കുമ്പോ എന്താണ് അവിടെ സ്റ്റാർ ഇട്ടിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? അവരെ അപ്രിഷിയേറ്റ് ചെയ്യണം അല്ലേ? കുട്ടികളെ അപ്രിഷിയേറ്റ് ചെയ്യണം. ഇപ്പൊ സപ്പോസ് ഒരു ദിവസം എല്ലാ ദിവസവും ഫുള്ള് കിട്ടുന്ന കുട്ടിയാണ്, ഒരു ദിവസം 5 out of 6 ആണെങ്കിൽ ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അപ്രിഷിയേറ്റ് ചെയ്യണം. കുഴപ്പമില്ല കേട്ടോ, അടുത്ത പ്രാവശ്യം നോക്കിയാൽ മതി, നന്നായിട്ട് മാർക്ക് വാങ്ങിച്ചത് മോനെ, എഫേർട്ടൊക്കെ നല്ലതാണെന്നൊക്കെ പറയണം. ഇതെല്ലാം ഈ നീഡ്സുകളെല്ലാം എന്തിനു ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിലേക്ക് വഴിയാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി ആരാകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തുന്നതിനെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരിലും ഉണ്ട് ഈ മാസ്കുലിൻ നീഡ് ഓഫ് ഫെയർ ആയിട്ട് നമുക്ക് ഈവൻ നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈഡ് ആണോ? എല്ലാവർക്കും ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ? അതെ. സേഫ്റ്റി നീഡ് ഓക്കെയാണ്, എല്ലാവർക്കും ഹെൽത്തി ആണ്. അതേപോലെ തന്നെ അത്യാവശ്യം സെക്യൂരിറ്റി ഉണ്ട്, അതേപോലെ മെഡിക്കൽ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ സേഫ്റ്റി നീഡും സാറ്റിസ്ഫൈഡ് ആണ്. ലവ് ആൻഡ് ബിലോങ്നെസ്, നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾക്ക് സ്നേഹിക്കാനും ഒത്തിരി പേരുണ്ട് ഇല്ലേ നമ്മുടെ ചുറ്റും. എക്സ്റ്റീം നീഡ് എന്ന് പറഞ്ഞാൽ സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ റെസ്പെക്ട് ഫ്രം അതേഴ്സ് ആണ്. ഞാൻ ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്നതിന് ശേഷം ഞാൻ സാറ്റിസ്ഫൈ ചെയ്ത ഒരു നീഡാണ് എക്സ്റ്റീം നീഡ് എന്ന് പറയുന്നത്. പണ്ട് എന്താ പറയാ, ഞാൻ ഈ ടീച്ചറൊക്കെ ആവുന്നതിന് മുമ്പ് എന്താ പറയാ, നമ്മൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാള് വീട്ടില് മാരേജ് ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ പഠിക്കാനൊന്നും പോവാം അല്ലെങ്കിൽ ജോലിക്കൊന്നും പോകാൻ പറ്റാതെ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മുടെ സമൂഹത്തിലെ എല്ലാവരും ഭയങ്കരമായിട്ട് എന്താ പറയാ, നമ്മുടെ റിലേറ്റീവ്സ് തന്നെ നമ്മളെ ഇഷ്ടത്തോട് നോക്കും. എന്തിനാ ഇത്രയും വരെ പഠിപ്പിച്ചിട്ട് PG കഴിഞ്ഞു, അത് പഠിച്ചു ഇത് പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, നമ്മളോട് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ചോദിക്കുന്നവർ പലവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ആ ഒരു പ്രശ്നമില്ല. കാരണം എന്താണ്, ഞാൻ എന്റെ എക്സ്റ്റീം സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രോഗ്രാം, എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോ എത്ര ലേറ്റ് ആയി ആണോ, ക്ലാസ് ഒക്കെ ഇങ്ങനെ പോകുന്നു, അപ്പൊ അന്ന് പുച്ഛിച്ച ആൾക്കാരുടെ മുമ്പിൽ ഒരു റെസ്പെക്റ്റോട് കൂടിയാണ് അവർ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ടീച്ചർ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൊഫഷന് കിട്ടുന്ന റെസ്പെക്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ അത്രയും റിജക്ഷൻസ് ഫേസ് ചെയ്ത ഒരാളാണ്. പക്ഷെ നമ്മള് എന്റെ ഫാമിലിയിൽ എന്ന് വെച്ചാല് കുറച്ചുകൂടി പഴയ ഒരു ചിന്താഗതിയുള്ള ആൾക്കാരാണ്, പ്രത്യേകിച്ച് അമ്മയുടെ ഫാമിലിയില്. അവർക്ക് വെച്ചാൽ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതിനോട് ഭയങ്കര റിജക്ഷൻ ആണ്. പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന ഔട്ട് ഓഫ് വേസ്റ്റ് ആണ്, വേസ്റ്റ് ഓഫ് മണി ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചിന്തിക്കുന്ന ഒരു മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. പെൺകുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല, നേരത്തെ കല്യാണം കഴിച്ചു വിടണം അങ്ങനെയൊക്കെ. പക്ഷെ എന്നിരുന്നാലും എന്റെ അമ്മ അച്ഛനും അവർ കുറച്ചുകൂടി മാറി ചിന്തിക്കുന്ന രണ്ടുപേരായിരുന്നു. എന്നുവെച്ചാൽ പെൺകുട്ടികൾക്ക് എന്തായാലും ഒരു നല്ല വിദ്യാഭ്യാസം വേണം. അവർക്ക് ഭയങ്കര നിർബന്ധങ്ങളായിരുന്നു. നല്ലൊരു കൈത്തൊഴിൽ പഠിച്ചിരിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഓരോ സ്റ്റേറ്റിലും നമ്മളത് ഇപ്പൊ എന്താ പറയുക, കൈത്തൊഴിൽ അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് തന്നെ സ്റ്റിച്ചിങ് ക്ലാസ്സിന് വിട്ടിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ അറിയാം, പക്ഷെ ടൈമില്ല, അതൊരു പ്രശ്നം. അപ്പൊ എന്താണ് അങ്ങനെ. അപ്പൊ അമ്മയുടെ മൈൻഡ് പറഞ്ഞാൽ കുറച്ചുകൂടി വ്യത്യാസമായിരുന്നു. അപ്പൊ എന്താണ്, അമ്മ പഠിപ്പിക്കൂല പെൺകുട്ടി, ആ ഒരു ഡിഫറൻസ് ഒന്നുമില്ല. എന്നെ നല്ല രീതിയിൽ എന്താ പറയാ PG വരെ നല്ല രീതിയിൽ പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ടും എന്നെ പഠിപ്പിക്കുമായിരുന്നു.
അപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാരേജ് കഴിഞ്ഞ് ഞാൻ നല്ല രീതിയിൽ ബ്രേക്ക് എടുത്തു കഴിഞ്ഞപ്പോ ജോലിക്കൊന്നും പോകുന്നില്ല. അപ്പോ ആ സമയത്ത് കോവിഡ് കൂടെ ഒക്കെ ആയിരുന്നു. കോവിഡ് ഒക്കെ കഴിഞ്ഞു പിന്നെയും ഞാൻ ജോലി ട്രൈ ചെയ്തു. പക്ഷെ നമുക്ക് ആ സമയത്ത് നമ്മൾ കുട്ടി കഴിഞ്ഞപ്പോൾ ജോലി കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. നമ്മൾ എന്താ റിക്രൂട്ട് ചെയ്യാനായിട്ട് അവര് താല്പര്യം കാണിക്കില്ല. കാരണം നമുക്ക് കമ്മിറ്റ്മെന്റ്സ് കൂടുതലായിരിക്കും. കുഞ്ഞു കുട്ടികളല്ലേ, അപ്പൊ കമ്മിറ്റ്മെന്റ്സ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ഇന്റർവ്യൂവിൽ പോയപ്പോ തന്നെ പാസ്സായിട്ട് വന്നിരിക്കുന്ന ഒരാളല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ. ഒരുപാട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് അതിൽ നിന്നൊക്കെ എക്സ്പീരിയൻസിലൂടെ വന്ന ഒരാളാണ് ഞാൻ. അപ്പൊ റിജക്ഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വിഷമിക്കും, എന്ത് പറ്റി, നമുക്ക് അറിയിക്കുന്ന ജോലിയല്ലേ, അങ്ങനെയൊക്കെ വിചാരിച്ച് വിഷമിച്ചിട്ടുണ്ട്. പിന്നെ പതിയെ ഞാൻ ഈ ഒരു ജോലിയിലേക്ക് വന്നതിന് ശേഷം ഇവിടെ സ്മാർട്ട് സ്റ്റഡി കൺസൾട്ടൻസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയ ശേഷം എനിക്ക് സാറ്റിസ്ഫൈ ചെയ്ത ഏറ്റവും ഇമ്പോർട്ടന്റ് നീഡാണ് എക്സ്റ്റീം നീഡ്, സെൽഫ് റെസ്പെക്ട്. ഇപ്പോ ഞാനൊരു മീറ്റിംഗിൽ പങ്കെടുക്കുകയാണെങ്കിൽ എന്നോട് പറയും എന്താ പറയുക അഭിപ്രായം. അങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു സെൽഫ് റെസ്പെക്ട് ഫീൽ ചെയ്യും. നമ്മൾ തന്നെ നമ്മളുടെ അഭിപ്രായങ്ങൾക്ക് കൂടി വാല്യൂ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഈ നീഡ്സിനെ കുറിച്ച്, നീഡ് ഓഫ് ഹെറാങ്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഹെറാങ്കി ഓഫ് നീഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ് മുതൽ മോറൽ സ്റ്റോറീസ് പറയില്ലേ, കുഞ്ഞു മോറൽ സ്റ്റോറീസ് പറയും. ഓക്കെ. ഇനി പിന്നെ തോട്ട് ഓഫ് ദ ഡേയിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഡോക്ടർ മരിയ മോണ്ടിസോറിയുടെ തോട്ട്സ് ഉണ്ട് കുറച്ച്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർ മരിയ മോണ്ടിസോറിയുടെ തോട്ട്സ് കിട്ടും. അതൊന്ന് നോട്ട് ചെയ്തിട്ട് തോട്ട് ഓഫ് ഡേയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇപ്പൊ ഇംഗ്ലീഷ് പറഞ്ഞതിന് ശേഷം അതിന്റെ മീനിങ്ങും കുറിച്ച് പറ്റുന്ന രീതിയിൽ അത് കൺവേ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ചെയ്യൂലേ? ഓക്കെ. അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. സൈനോട്ട് പറയുന്നുണ്ടോ? ഒരു കാര്യം പറഞ്ഞോ സ്നേഹ. കാണിക്കാൻ പ്രസന്റ് ചെയ്യാനാണോ? ഓ, നമ്പർ ബീറ്റ്സ് അല്ലേ? ബീറ്റ്സ് പിരമിഡ് നല്ല സുന്ദരം വുഡാണോ ഇത്? നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. നല്ല സുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രെയിം ഓക്കേടാ, അത് വുഡാണ്. ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഈ ഫ്രെയിമിന്റെ ഫോട്ടോസ് ഒന്ന് എടുത്തിട്ട് ഗ്രൂപ്പിലൊന്ന് ഇട്ട് കൊടുക്കുമോ? ഗ്രൂപ്പിൽ എങ്ങനെ ചെയ്തേന്ന് ഇവിടെ അവൈലബിൾ അല്ലേ മോന്റെ അങ്ങനെ ചെയ്തേണോ? അച്ഛൻ കാർപ്പന്റർ. ഓക്കെ, അങ്ങനെ അവൈലബിൾ ആയതുകൊണ്ട് ചെയ്തേനെ, അല്ലെങ്കിൽ ചെയ്തിട്ടില്ല. പക്ഷെ പിരമിഡ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അച്ഛനോട് പറയണോ കേട്ടോ. മിസ്സേ ഞാനും കാണിച്ചോട്ടെ. പ്രസന്റ് ചെയ്തോ കേട്ടോ മിസ്സിനെ. ഓക്കെ. ഇത് എന്താണ് ഭയങ്കരല്ലോ. ഹസ്ബൻഡ് ചെയ്ത് തന്നാ മിസ്സേ. നല്ല ഫ്രണ്ട് കേട്ടാ. അലൂമിനിയം ഫാബ്രിക്കേഷന്റെ വർക്കാ. അപ്പൊ അങ്ങനെ വെച്ചിട്ട് ട്രയാങ്കിൾ കട്ട് ചെയ്തു. ഈ രണ്ടാമത്തെ ബീഡ്സിന്റെ ഇല്ലാതെ കമ്പി തീർന്നു പോയി. അതുകൊണ്ടാണ് ചെയ്യുന്നത് ഇവിടെ. സെക്കൻഡ് ലെയർ. ഓക്കെ, അത് ചെയ്യണം കേട്ടോ. കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ ഇത് വെൽക്രോ. ഓ അല്ല ഇത് ഈ അലൂമിനിയം ഫാബ്രിക്കേഷന്റെ നമ്മുടെ ഈ കബോർഡൊക്കെ ചെയ്യുന്ന ഇതില്ലേ, ഫ്രെയിമും അത് തന്നെ അലൂമിനിയ. ഇത് വെൽക്രോ, സിബ്, ഇത് ഹുക്ക്. കൊണ്ടുപോകണം കേട്ടോ. ഓക്കെ മിസ്, താങ്ക് യു. നന്നായിട്ടുണ്ട് കേട്ടോ. ബാക്കി എല്ലാവരും ചെയ്യാട്ടോ. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am.